ശ്രീമതി റോസമ്മ, നാളെ സമരം നിങ്ങൾ ഒരു ഉപരോധ സമരമാക്കി മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സർക്കാർ നിങ്ങൾക്കൊരു പരിശീലന പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. നാളെ എത്തുന്ന ആളുകളുടെ എണ്ണം സംബന്ധിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടോ? സമരത്തിൽ ഇതുപോലെ തന്നെ പ്രാതിനിധ്യം ഉണ്ടാകും, എല്ലാവരും സമരത്തിൽ പങ്കെടുക്കാൻ വരും എന്ന് വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായും. ഇത് ഞങ്ങളുടെ ആവശ്യമല്ലേ. ഞങ്ങളുടെ സമരം എന്ന് പറയുന്ന വിശപ്പിൻ്റെ സമരമാണ്. ഞങ്ങൾ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ വിശപ്പിന് ശമനം ഉണ്ടാകത്തില്ല. തീർച്ചയായും ഞങ്ങൾ ഏകദേശം ഒരു 9,000 സംതിങ് പേര് സമരസ്ഥലത്ത് കൃത്യമായിട്ടുണ്ടാവും. ഇപ്പോൾ നാളെ ഒരു പരിശീലന പരിപാടി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ കൃത്യമായി പറഞ്ഞ് ഞങ്ങൾക്കത് മനസ്സിലായി. ഞങ്ങളുടെ സമരം പൊളിക്കാൻ വേണ്ടി മാത്രമാണ് സർക്കാർ ഈ ട്രെയിനിങ് പരിപാടി വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് മനസ്സിലായി അത് കൃത്യമായിട്ട്. ഞങ്ങൾ തീർച്ചയായും ആ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നില്ല. പക്ഷെ അതിന് പ്രത്യാഘാതം ഉണ്ടാകില്ലേ? പ്രത്യാഘാതം ഉണ്ടാകാൻ എന്താ, ഞങ്ങൾ ജോലിക്ക് വേണ്ടി കൂലി കിട്ടാതെ സമരം നടത്തുമല്ലേ, അല്ലാതെ നമുക്ക് സമരം ചെയ്യാൻ ഇഷ്ടമില്ലാതെയല്ലേ ഇവിടെ വന്നത് സമരത്തിന്. ഞങ്ങളുടെ വേതനം കൃത്യമായി കിട്ടിയായിരുന്നു എങ്കിൽ, ഞങ്ങൾക്ക് വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിച്ചിരുന്നു എങ്കിൽ, വിരമിക്കൽ പ്രായം നിശ്ചയിക്കുമ്പോൾ വിരമിക്കൽ ആനുകൂല്യം നിശ്ചയിക്കണമല്ലോ, ഇതുണ്ടായിരുന്നു എങ്കിൽ ഞങ്ങൾക്ക് ഈ ഗതികേട് 35 ദിവസം കളയാനുണ്ടാവില്ലായിരുന്നു. ഈ ഫെബ്രുവരി മാസത്തിലെ ഓണറേറിയം നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഫെബ്രുവരി സമരം ചെയ്യാത്തവർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സമരം ചെയ്ത ആർക്കും അക്കൗണ്ടിൽ ക്യാഷ് വന്നിട്ടില്ല. ഏറ്റവും അവസാനം ഈ സമരക്കാർക്കടക്കം ഓണറേറിയം ക്രെഡിറ്റ് ആയത് ഏത് മാസത്തിലാണ്? ഈ സമരക്കാർ ഇപ്പം ഏകദേശം വന്നിട്ടുണ്ടെന്നുള്ളതാണ് നമ്മളുടെ അറിവ്. ഫെബ്രുവരിയിലേ വന്നിട്ടുള്ളൂ. ഞങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. ഇതുവരെ PDF എത്തിയിട്ടില്ല. അപ്പോൾ നാളെ ഈ പറയുന്ന പരിശീലന പരിപാടി ബഹിഷ്കരിച്ചുകൊണ്ട് തന്നെ ഉപരോധ സമരവുമായി തീർച്ചയായും അത് എല്ലാവർക്കും അത്തരം ഉറപ്പ് തന്നെയാണോ? ഉറപ്പ് തന്നെയാണ്. നിങ്ങൾ അവിടെ ഉള്ളവരോടൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാവരും വരും എന്ന് തന്നെയാണ് കൃത്യമായിട്ട് നാളെ എത്തിച്ചേരും. ശരി. അപ്പോൾ സർക്കാർ പരിശീലന പരിപാടി ബഹിഷ്കരിച്ചിട്ടാണെങ്കിലും ഉപരോധ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ആശാവർക്കർമാരുടെ തീരുമാനം.